ഹായ്, വെൽക്കം ടു സിവിൽ 24/7. സിവിൽ 24/7ൻ്റെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ഹാഫിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസും ആണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം ഓഫ് സോയിൽ ഈസ്. ആൻഡ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വോയിഡ് റേഷ്യോ, porosity, air content and percentage air voids. ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് ഹാഫിൽ വരുന്ന പോർഷൻസ്, അതായത് സോയിൽ ഫോർമേഷൻ, സോയിൽ ക്ലാസിഫിക്കേഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലെവൽ എക്സാംസിന്. സോ ആ പോർഷൻസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് വോയിഡ് റേഷ്യോ, പൊറോസിറ്റി, എയർ കണ്ടന്റ്, പെർസെൻറ്റേജ് എയർ വോയിഡ്സ്, ഇതെല്ലാം. സോ നമുക്ക് ആദ്യം ഇതിന്റെ ആൻസർ നോക്കാം. വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം ഓഫ് സോയിൽ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പൊറോസിറ്റി ആണ് കറക്റ്റ് ആൻസർ. സോ ആദ്യം നോക്കേണ്ടത് വോയിഡ് റേഷ്യോ ആണ്. വോയിഡ് റേഷ്യോനെ ഇ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ്. വോയിഡ്സിന്റെ വോളിയം സോളിഡ്സിന്റെ വോളിയം ചേർത്തുള്ള റേഷ്യോനെയാണ് വോയിഡ് റേഷ്യോ അല്ലെങ്കിൽ ഇ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളൊരു സോയിൽ മാസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ സോയിൽ മാസിന്റെ അകത്ത് സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാകാം, അതുപോലെ വോയിഡ് സ്പേസസും ഉണ്ടാകാം. എയറോ വാട്ടറോ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്, ഇത്രയും ആയിരിക്കും ആ വോയിഡ് സ്പേസിൽ വരുന്നത്. ഇപ്പോൾ എയർ മാത്രമാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും, അത് ഫുള്ളി ഡ്രൈഡ് കണ്ടീഷനിലിരിക്കുന്ന സോയിൽ മാസ് ആയിരിക്കും, അവിടെ വാട്ടർ ഇല്ല. സോ എയറും സോളിഡ് പാർട്ടിക്കിൾസും മാത്രമായിരിക്കും ഉണ്ടാവുക. ഇതിന്റെ മറ്റൊരു കേസാണ് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിൽ മാസ്. അവിടെ വരുന്ന വോളിയം ഓഫ് വോയിഡ്സ് ഫുള്ള് കവർ ചെയ്യുന്നത് എന്തായിരിക്കും, വാട്ടർ ആയിരിക്കും. സോ ഈ പറഞ്ഞ രണ്ട് കേസും നമുക്ക് ടു ഫേസ് ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ത്രീ ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത് സോളിഡ്സിന്റെയും എയറിന്റെയും വാട്ടറിന്റെയും മിക്സ്ചറിനെയാണ്. സോ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു സോയിൽ മാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര വോയിഡ്സ് വരുന്നുണ്ട് ടു എത്ര വോളിയം ഓഫ് സോളിഡ്സ് വരുന്നുണ്ട് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് വോയിഡ് റേഷ്യോ കൂടുതലും നമ്മൾ ഡെസിമൽ ആയിട്ടായിരിക്കും കാണിക്കുക. നെക്സ്റ്റ് ടേം പൊറോസിറ്റി ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ടേം ആണ്. പൊറോസിറ്റി എൻ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ പൊറോസിറ്റി ഇസ് ദ വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം ഓഫ് സോയിൽ. ഇവിടെ നമുക്ക് കാണാം, ഇത് വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം ഓഫ് സോയിൽ ആണ്. നമ്മൾ എടുക്കുന്ന സോയിൽ മാസിന്റെ ടോട്ടൽ വോളിയം കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പൊറോസിറ്റി കിട്ടുന്നത്. വോയിഡ് റേഷ്യോ ആണെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസിന്റെ വോളിയം മാത്രമാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് വോയിഡ് റേഷ്യോയും പൊറോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ആൻഡ് ഓൾസോ പൊറോസിറ്റി നമ്മൾ കൂടുതലും പെർസെൻറ്റേജിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. തേർഡ് ടേം നോക്കാം, ദാറ്റ് ഇസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. എസ്, ക്യാപിറ്റൽ ലെറ്റർ എസ് വെച്ചിട്ടാണ് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വോയിഡ്സ്. ടോട്ടൽ വോയിഡ്സിൽ അല്ലെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സിൽ എത്ര വോളിയമാണ് വാട്ടർ കവർ ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അല്ലെങ്കിൽ എസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കേസ് പോലെ ഇപ്പോൾ എയർ ഇല്ല, ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ ഫുള്ളി വാട്ടർ ആയിരിക്കും വോയിഡ്സിൽ വരിക. സോ അപ്പോൾ എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 100% ആയിരിക്കും. കാരണം ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സിലും വാട്ടർ തന്നെയാണ് വരുന്നത്. സോ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ വിൽ ബി ഈക്വൽ ടു 100% എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. നെക്സ്റ്റ് ടേം നോക്കാം, ദാറ്റ് ഇസ് പെർസെൻറ്റേജ് എയർ വോയിഡ്സ് ആണ്. എൻ എ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ ടു ടോട്ടൽ വോളിയം ഓഫ് സോയിൽ. ടോട്ടൽ വോളിയത്തിൽ എത്ര വോളിയം ഓഫ് എയർ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്, അതിനെ ഇൻ പെർസെൻറ്റേജിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പെർസെൻറ്റേജ് എയർ വോയിഡ്സ്. ലാസ്റ്റ് ടേം എയർ കണ്ടന്റ് ആണ്. എ സഫിക്സ് സി എന്നിട്ടാണ് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ ടു ദ വോളിയം ഓഫ് വോയിഡ്സ്. ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സിൽ എത്ര വോളിയം ആണ് എയർ വരുന്നത് എന്ന് പറയുന്നതാണ് എയർ കണ്ടന്റ്. സോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ പ്ലസ് എയർ കണ്ടന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. എസ് പ്ലസ് എ സി ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In a wet soil mass, air occupies 1/6 of the volume and water occupies 1/3 of the volume. The void ratio of the soil is option A 0.25, option B 0.5, option C 0.75 and option D is 1. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു വെറ്റ് സോയിൽ മാസ് കൺസിഡർ ചെയ്യുന്നു. അവിടെ എയർ 1/6 ഓഫ് ദി ടോട്ടൽ വോളിയം ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്, വാട്ടർ 1/3 ഓഫ് ദ ടോട്ടൽ വോളിയം ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വോയിഡ് റേഷ്യോ, അതായത് ഈ വാല്യൂ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ് ആണ്. ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കാം.
സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1 ആണ്. ആൻഡ് നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ടോട്ടൽ വോളിയം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വി എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വോളിയം ഓഫ് എയർ എന്ന് പറയുന്നത് അതിന്റെ 1/6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വോളിയം ഓഫ് എയർ എത്രയാണ്? V/6 ആണ്. നെക്സ്റ്റ് വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1/3 ഓഫ് ദ ടോട്ടൽ വോളിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് V/3. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ് എത്രയായിരിക്കും? വോളിയം ഓഫ് എയർ പ്ലസ് വോളിയം ഓഫ് വാട്ടർ ആയിരിക്കും. ദാറ്റ് ഇസ് V/6 പ്ലസ് V/3 ആയിരിക്കും. ആൻഡ് വോളിയം ഓഫ് സോളിഡ്സ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ മാസിൽ നിന്ന് വോളിയം ഓഫ് വോയിഡ്സ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് വോളിയം ഓഫ് സോളിഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും. Therefore, E എന്ന് പറയുന്നത്, അതായത് നമ്മുടെ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ് ആണ്. നമുക്ക് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ന്യൂമറേറ്റർ ആയാലും ഡിനോമിനേറ്റർ ആയാലും ഇൻ ടേംസ് ഓഫ് ടോട്ടൽ വോളിയം വിയുടെ ടേംസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഫോർ വി ആൻഡ് VS. അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് ആൻസർ ഫൈനലി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 എന്നായിരിക്കും കിട്ടുക. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഫോർ വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷൻ ഇൻ എ ലബോറട്ടറി. വാട്ടർ കണ്ടന്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. സാൻഡ് ബാത്ത് മെത്തേഡ്, ഓവൻ ഡ്രൈയിങ് മെത്തേഡ്, കാൽഷ്യം കാർബൈഡ് മെത്തേഡ് ആൻഡ് ഫൈനലി ആൽക്കഹോൾ മെത്തേഡ്. സോ ഈ ഓപ്ഷൻസ് എല്ലാം എന്ത് തന്നെയാണ്? വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് തന്നെയാണ്. ഓഫ് വിച്ച് നമുക്ക് വേണ്ടത് എന്താണ്? മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ആണ്. ആൻഡ് ഓപ്ഷൻ ബി ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ആണ് കറക്റ്റ് ആൻസർ. സോ ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ആണ് വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷൻ ആയിട്ട് നമ്മൾ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ മെത്തേഡ്സും ഓർത്ത് വെക്കുക. ആൻഡ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് നമ്മൾ ചെയ്യുന്ന ടെമ്പറേച്ചർ, ആ സോയിൽ മാസ് എടുത്തിട്ട് നമ്മൾ ടെമ്പറേച്ചറിൽ ഓവനിൽ ഹീറ്റ് ചെയ്യുകയാണ്. ആൻഡ് ആ ടെമ്പറേച്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് അറൌണ്ട് 105 to 110 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ ഒരു കാര്യവും കൂടി ഓർത്ത് വെക്കുക. Next question. Well-graded sand will have uniformity coefficient equals to greater than or equal to 4, greater than or equal to 6, greater than or equal to 10, greater than 1. സോ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? വെൽ ഗ്രേഡഡ് സാൻഡ് ആണെങ്കിൽ യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് എത്രയായിരിക്കും എന്നാണ്. ആൻഡ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. നമുക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നോക്കാം. യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് എന്താണ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് D60 to D10. D60 D10 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? D60 എന്ന് പറഞ്ഞാൽ 60% ഓഫ് ദി പാർട്ടിക്കിൾസ് ഇസ് ഫൈനർ ദാൻ ദിസ് സൈസ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുക. ആൻഡ് D10 എന്ന് പറയുന്നത് ഇഫക്റ്റീവ് സൈസ് ആണ്. ആ ഒരു കാര്യവും കൂടി ഓർത്ത് വെക്കുക. സോ ഇഫക്റ്റീവ് സൈസ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് D10 ആണ്. അതായത് 10% പാർട്ടിക്കിൾസ് ആയിരിക്കും ഫൈനർ ആയിട്ട് വരിക. സോ യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് ഇസ് ദ റേഷ്യോ ഓഫ് D60 to D10. ഇനി നമുക്ക് നോക്കേണ്ടത് പല ടൈപ്സ് ഓഫ് സോയിൽസിന് എങ്ങനെയാണ് CU വാല്യൂ, അതായത് യൂണിഫോമിറ്റി കോഎഫിഷ്യന്റിന്റെ വാല്യൂ വേരി ചെയ്യുന്നതെന്നാണ്. ഫോർ വെൽ ഗ്രേഡഡ് സാൻഡ് ആണെങ്കിൽ CUവിന്റെ വാല്യൂ വരുന്ന എത്രയാണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആയിരിക്കും. ആൻഡ് ഫോർ വെൽ ഗ്രേഡഡ് ഗ്രാവൽ ആണെങ്കിൽ CUയുടെ വാല്യൂ വരുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരിക്കും. ഈ രണ്ട് വാല്യൂസും ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷ്രിങ്കേജ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു ഓപ്ഷൻ എ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്, ഓപ്ഷൻ ബി പ്ലാസ്റ്റിക് ലിമിറ്റ് മൈനസ് ലിക്വിഡ് ലിമിറ്റ്, ഓപ്ഷൻ സി പ്ലാസ്റ്റിക് ലിമിറ്റ് മൈനസ് ഷ്രിങ്കേജ് ലിമിറ്റ്, ആൻഡ് ഫൈനലി ഓപ്ഷൻ ഡി ഈസ് ഷ്രിങ്കേജ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി പ്ലാസ്റ്റിക് ലിമിറ്റ് മൈനസ് ഷ്രിങ്കേജ് ലിമിറ്റ് ആണ്. ഷ്രിങ്കേജ് ഇൻഡെക്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ലിക്വിഡ് ലിമിറ്റ്, ഈ പറയുന്ന ലിമിറ്റ്സ് എല്ലാം വരുന്നത് എവിടെയാണ്? നമ്മൾ അട്ടർബർഗ്സ് കൺസിസ്റ്റൻസി പഠിക്കുമ്പോഴാണ്. നമുക്കറിയാം നമ്മൾ സോയിൽസിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കൺസ്ട്രക്ഷൻ നടത്തുന്നതിന് മുന്നേ ആ സോയിൽസിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി നടത്തണം. സോ അങ്ങനെ നടത്തുമ്പോൾ അവിടെ മെയിൻലി രണ്ട് പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്: എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിന് എക്സാമ്പിൾ പറയുന്നത് പെർമിയബിലിറ്റി, കംപ്രസിബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്, അതൊക്കെയാണ്. ആൻഡ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിങ്ങും ആണ്, അതുപോലെ എക്സ്പെൻസീവും ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്ത് മാത്രമേ പറ്റുള്ളൂ. സോ നമുക്കൊരു റഫ് ഐഡിയ ആ സോയിലിന്റെ പ്രോപ്പർട്ടീസിനെ അല്ലെങ്കിൽ അതിന്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് വഴി നമുക്ക് കിട്ടുന്നതാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്.
സോ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഡിഫർ ചെയ്യും സോയിൽസിനനുസരിച്ച്. ഇപ്പോൾ കോഴ്സ് ഗ്രെയിൻ സോയിൽസ് ആണെങ്കിൽ പല ടൈപ്പ് ഓഫ് ഇൻഡെക്സ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് പ്രോപ്പർട്ടി ഡിറ്റർമിനേഷൻ മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ ഫൈൻ ഗ്രൈൻഡ് സോയിൽസിനും ഉണ്ട്. നമ്മൾ ഈ ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ഒക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഈ അട്ടർബക്സ് കൺസിസ്റ്റൻസി ലിമിറ്റ് പറയുന്നത് ഫൈൻ ഗ്രൈൻഡ് സോയിൽസിന്റെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആയിട്ടാണ്. സോ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഫിഗർ ആണ്. ഈ ഒരു ഫിഗർ വരുന്ന എങ്ങനെയാണ്? വോളിയം വേഴ്സസ് വാട്ടർ കണ്ടന്റ് ആണ് ഈ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ലിക്വിഡ് സ്റ്റേറ്റ്, പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, സെമി സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ഫൈനലി സോളിഡ് സ്റ്റേറ്റ് വരെ എത്തുന്നുണ്ട്. വാട്ടർ കണ്ടന്റ് കുറയുന്നതിനനുസരിച്ചാണ് ഈ ഓരോ സ്റ്റേറ്റ് മാറി മാറി സോളിഡ് സ്റ്റേറ്റ് വരെ എത്തുന്നത്. സോളിഡ് സ്റ്റേറ്റിൽ എത്തിക്കഴിയുമ്പോൾ വോളിയത്തിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. ആ ഒരു കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റും പ്ലാസ്റ്റിക് സ്റ്റേറ്റും തമ്മിലുള്ള ആ ഒരു ബൗണ്ടറിനെയാണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് സോയിൽ പോകുമ്പോൾ അവിടെ വരുന്ന ബൗണ്ടറിയാണ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ആൻഡ് സെമി സോളിഡ് ടു സോളിഡ് പോകുമ്പോൾ ഉള്ള ബൗണ്ടറിയാണ് ഷ്രിങ്കേജ് ലിമിറ്റ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഷ്രിങ്കേജ് ഇൻഡെക്സ് ആണ്. ഷ്രിങ്കേജ് ഇൻഡെക്സ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ലിമിറ്റ് മൈനസ് ഷ്രിങ്കേജ് ലിമിറ്റ് ആണ്. ഇതുപോലെ മറ്റൊരു ടേം ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. Next question, toughness index of a soil is the ratio of plasticity index to dash. അതായത് toughness index എന്ന് പറയുന്നത് ratio of plasticity index to എന്താണ് ഡിനോമിനേറ്റർ വരുന്നതെന്നാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലിക്വിഡിറ്റി ഇൻഡെക്സ്, ബി ഫ്ലോ ഇൻഡെക്സ്, സി കൺസിസ്റ്റൻസി ഇൻഡെക്സ്, ഡി ഷ്രിങ്കേജ് ഇൻഡെക്സ്. സോ നമുക്ക് ആൻസർ എന്താ വരുന്നത് നോക്കാം. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഫ്ലോ ഇൻഡെക്സ് ആണ്. ടഫ്നെസ് ഇൻഡെക്സിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ടു ഫ്ലോ ഇൻഡെക്സ് എന്നാണ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്താണെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ദാറ്റ് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. ഓക്കെ, സോ അതാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ഈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിനെ ഫ്ലോ ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടഫ്നെസ് ഇൻഡെക്സ് കിട്ടുന്നത്. ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഫ്ലോ കർവിന്റെ സ്ലോപ്പ് ആണ് എന്ന് ഓർത്ത് വെക്കുക. ഫ്ലോ കർവ് വരയ്ക്കുമ്പോൾ അതിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഫ്ലോ ഇൻഡെക്സ് ആണ്. ആൻഡ് ഫ്ലോ ഇൻഡെക്സിന്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫ്ലോ ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ ആ സോയിലിന്റെ പെർട്ടിക്കുലർ സ്റ്റേറ്റിലുള്ള ഷിയർ സ്ട്രെങ്ത് എത്രയാണ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a soil has a discharge velocity of 6 into 10 raised to minus 7 meter per second and a void ratio of 0.5. Its seepage velocity is dash into 10 raised to minus 7 meter per second. So നമുക്ക് ഡിസ്ചാർജ് വെലോസിറ്റി തന്നിട്ടുണ്ട് ആൻഡ് വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സീപേജ് വെലോസിറ്റി ആണ്. സോ ഓപ്ഷൻ എ 18, ബി 12, സി 24 ആൻഡ് ഡി 36. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വരുന്നത് പെർമിയബിലിറ്റി എന്നുള്ള ഒരു പോർഷനിൽ നിന്നാണ്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഈസ് ഓപ്ഷൻ എ 18 ആണ്. അതായത് സീപേജ് വെലോസിറ്റി ഇവിടെ കിട്ടുന്നത് 18 ഇൻറ്റു 10 റേസ് ടു മൈനസ് 7 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ഡാർസീസ് ലോ, വി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഐ. പെർമിയബിലിറ്റിയിൽ വരുന്ന ലോ ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദാറ്റ് ഇസ് ഡാർസീസ് ലോ ആണ്. ആൻഡ് ഡാർസീസ് ലോ എന്ന് പറയുന്നത് വി ഈസ് പ്രപ്പോർഷണൽ ടു ഐ എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ഫോം. വി എന്ന് പറയുന്നത് ഡിസ്ചാർജ് വെലോസിറ്റി ആണ്. ആൻഡ് ഐ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്. ആൻഡ് ആ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന കോൺസ്റ്റന്റ് ആണ് കെ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. സോ ഇവിടെ നമ്മൾ പറഞ്ഞു ഡാർസീസ് ലോയിൽ വരുന്ന വി വെലോസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഡിസ്ചാർജ് വെലോസിറ്റി ആണ്. സോ നമുക്ക് ഡിസ്ചാർജ് വെലോസിറ്റി അറിയാമെങ്കിൽ നമുക്ക് സീപേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡിസ്ചാർജ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ പൊറോസിറ്റി. ഈ ഒരു ഇക്വേഷൻ ഓർക്കുക. സോ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ വോയിഡ് റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, പൊറോസിറ്റി അല്ല. സോ നമുക്ക് വോയിഡ് റേഷ്യോയുടെ ഇക്വേഷൻസ് യൂസ് ചെയ്ത് പൊറോസിറ്റി ഡിറ്റർമിൻ ചെയ്യണം. സോ എൻ ഈസ് ഈക്വൽ ടു ഇ ബൈ 1 പ്ലസ് ഇ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് വോയിഡ് റേഷ്യോ തന്നിട്ടുള്ള വോയിഡ് റേഷ്യോ വെച്ചിട്ട് പൊറോസിറ്റി ഡിറ്റർമിൻ ചെയ്യാം. ആൻഡ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ നമുക്ക് സീപേജ് വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്യാം. സീപേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ പൊറോസിറ്റി. സോ അങ്ങനെയാണ് ആൻസർ 18 ഇൻറ്റു 10 റേസ് ടു മൈനസ് 7 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നത്. Next question, the phreatic line in a homogeneous dam is circular, linear, elliptical,
ആൻഡ് പാരബോളിക്. ഇത് കൂടുതലായിട്ട് ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓവർസിയർ എക്സാംസിനായാലും എക്സാംസിനായാലും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് പാരബോളിക് ആണ്. പാരബോളിക് ഷേപ്പിലായിരിക്കും ഹോമോജീനിയസ് ഡാമിൽ ഫെറിയാറ്റിക് ലൈന് ഫോം ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ ലൈനിന് താഴോട്ട് വരുന്ന പ്രഷർ എല്ലാം ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആയിരിക്കും. ആൻഡ് ഓൺ ഓർ എബോവ് ദിസ് ലൈൻ വരുന്ന പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്യാം. Next question, shear strength is a function of option A pore water pressure, B total stress, C effective stress, D effective stress minus neutral stress. Answer വരുന്നത് ഓപ്ഷൻ സി ഇഫക്റ്റീവ് സ്ട്രെസ് ആണ്. നമുക്കറിയാം ടോട്ടൽ സ്ട്രെസ്സിൽ നിന്ന് പോർ വാട്ടർ പ്രഷർ അല്ലെങ്കിൽ ന്യൂട്രൽ സ്ട്രെസ് എന്ന് പറയുന്നത് പോർ വാട്ടർ പ്രഷർ തന്നെയാണ്. ഈ ടോട്ടൽ സ്ട്രെസ്സിൽ നിന്ന് പോർ വാട്ടർ പ്രഷർ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇഫക്റ്റീവ് സ്ട്രെസ് കിട്ടുക. സോ ഇഫക്റ്റീവ് സ്ട്രെസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു സൈറ്റിൽ മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല. ടോട്ടൽ സ്ട്രെസ്സും പോർ വാട്ടർ പ്രഷർ അല്ലെങ്കിൽ ന്യൂട്രൽ സ്ട്രെസ്സും ഡയറക്റ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്തിട്ട് അവർ തമ്മിൽ നമ്മൾ മാത്തമെറ്റിക്കലി മൈനസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇഫക്റ്റീവ് സ്ട്രെസ്. ആൻഡ് ഈ ഇഫക്റ്റീവ് സ്ട്രെസ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് തന്നെ കംപ്രഷന്റെയും ഷിയർ സ്ട്രെങ്തിന്റെയും ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു സോയിലിന്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ആണ് കംപ്രഷൻ, ഷിയർ സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് സ്ട്രെസ് ഡിറ്റർമിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. On to the final question. If the degree of consolidation is 50%, what is TV? TV എന്ന് പറയുന്നത് എന്താണ്? ടൈം ഫാക്ടർ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കൺസോളിഡേഷന്റെ സെക്ഷനിൽ നിന്നാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 0.196, ഓപ്ഷൻ ബി 0.261, ഓപ്ഷൻ സി 0.848 ആൻഡ് ഓപ്ഷൻ ഡി 0.500. ആൻഡ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 0.196 ആണ്. ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ഏതാണെന്ന് നോക്കാം. യു എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ ആണ്. ഇഫ് യു ഇസ് ലെസ് ദാൻ 60% ആണെങ്കിൽ നമ്മൾ ടി വി അതായത് ടൈം ഫാക്ടർ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ π/4 യു സ്ക്വയർ ആണ്. π/4 യു സ്ക്വയർ ആണ്, അവിടെ ഡിവൈഡ് ഇല്ല. π/4 ഇൻറ്റു യു സ്ക്വയർ ആണ്. ആൻഡ് ഇവിടെ യു എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ തന്നിരിക്കുന്ന യു 50% ആണ്, അതായത് ലെസ് ദാൻ 60% ആണ്. സോ ടി വി എന്ന് പറയുന്നത് π/4 ഇൻറ്റു 0.5 സ്ക്വയർ എന്നിട്ട് ചെയ്യുക. പെർസെൻറ്റേജ് മാറ്റിയിട്ട് പോയിന്റിലിട്ട് ചെയ്യുക. സോ അപ്പോഴാണ് നമുക്ക് 0.196 എന്നുള്ളൊരു ആൻസർ കിട്ടുന്നത്. ഇനി മറ്റു കേസ് എന്തായിരിക്കും? യു ഗ്രേറ്റർ ദാൻ 60% ആണ് വരുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ടൈം ഫാക്ടർ എന്ന് പറയുന്നത് 1.781 മൈനസ് 0.933 log 10 100 മൈനസ് യു പെർസെൻറ്റേജ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യുടെ വാല്യൂ നമുക്ക് 90% എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ടി വി ഈസ് ഈക്വൽ ടു 1.781 മൈനസ് 0.933 ലോഗ് 10 100 മൈനസ് 90 എന്നിട്ടേനെ. ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡ് കേസിൽ യു നമ്മൾ പെർസെൻറ്റേജിൽ തന്നെ ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് കേസിൽ യു പോയിന്റിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ മിസ്റ്റേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് കേസിൽ അതായത് ഫോർ യു ലെസ് ദാൻ 60% ആവുമ്പോൾ ടൈം ഫാക്ടർ എന്ന് പറയുന്നത് π/4 ഇൻറ്റു യു സ്ക്വയർ ആണ്. സോ ഈ സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. മറ്റൊരു സെഷനിൽ നമുക്ക് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസും നോക്കാം. താങ്ക് യു.